ഹേ ഗായ്സ്, തംജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, മമ്മൂട്ടി നായകനായിട്ട് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്തിട്ടുള്ള പുതിയൊരു സിനിമ. സംവിധാനത്തിന് ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ കാരണം വെച്ചാൽ പുള്ളി അവസാനം ഏതാണ് സംവിധാനം ചെയ്തത്? എന്നെ നോക്കി പായം തോട്ടിയോ? എത്രയോ വർഷമായി, എനിക്കൊന്നൊരു 8-9 വർഷമായിട്ട് പുള്ളി സംവിധാനത്തിലേക്ക് വന്നിട്ട്. ഇപ്പോൾ ഒരു പടം റിലീസ് ചെയ്യാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ അഭിനയത്തിലേക്ക് കടന്ന് അഭിനയം മറന്നു എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. സംവിധാനം മറന്നു എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് മമ്മൂട്ടിനെ വെച്ചിട്ട് ഒരു സ്ഥലം ഇങ്ങനത്തെ സിനിമ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഫസ്റ്റ് തന്നെ ഇത് ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു സ്റ്റാറിൻ്റെ ഒരു സിനിമയല്ല, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ പടമാണ്. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അങ്ങനെയുള്ളൊരു ഗംഭീരമായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ എലമെൻ്റ് ഉള്ള സിനിമ എന്നുള്ള ഇതില്ല. അത് നമുക്ക് തിയേറ്ററിൽ നിന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ എന്താ പറയുക, സക്കാസ്റ്റിക് ആണ്. കംപ്ലീറ്റ്ലി പടം ഒരു സാക്കാസ്റ്റിക് മോഡിലാണ് വരുന്നത്. അതായത് ഒരു കോമിക്കൽ ടൈപ്പ് എന്ന് പറയല്ലേ, അത് തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ ഫ്രഷ്നെസ് എന്ന് പറയുന്നത്. ഒരു ടിപ്പിക്കൽ ഒരു ഗൗതം വാസുദേവ് മേനോൻ ഒരു പടം എന്നുള്ള രീതിയിലേ അല്ല, കംപ്ലീറ്റ്. അത് പുള്ളി ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഐഡൻറ്റിറ്റി കംപ്ലീറ്റ്ലി പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മളറിയാലോ, ഒരു റീസെറ്റ് ചെയ്യാണ്, ഒരു റീസ്റ്റാർട്ട് ചെയ്യാണ് പുതിയൊരു സംഭവം വെച്ചിട്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് കംപ്ലീറ്റ്ലി ഒരു ടിപ്പിക്കൽ GVM സിനിമ എന്നുള്ള രീതിയിലൊരു പാറ്റേണേ അല്ല, കംപ്ലീറ്റ്ലി അട്ടർ എഴുതി തള്ളി മാറ്റി എഴുതിയിട്ടുള്ള സംഭവമാണ് ഈ ഒരു സിനിമ. സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സിനിമ സ്ലോ പേസ് മീൻസ് ലാഗ് അടിച്ച് നിങ്ങൾ മരിക്കും. ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഈ സിനിമക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അത്രയും നമ്മളിങ്ങനെ സ്ലോ പേസാണ് സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനാണ് സംഭവം, അൾട്ടിമേറ്റ്ലി ബോട്ടം ലൈൻ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് സംഭവം എന്നുണ്ടെങ്കിലും അതിലേക്ക് അവർ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു എലമെൻറ്റും അത് ഒരു മേക്കിംഗ് സ്റ്റൈലും ആ സംഭവങ്ങളെ വെച്ച് പോകുന്ന സമയത്ത് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് അത്രയും ലാഗാണ്. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ പേസ് എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും ലെങ്ത്ത് വേണ്ടിയിരുന്നില്ല തോന്നിപ്പോയി. 2.5 മണിക്കൂറിന് അടുപ്പിച്ചിട്ടുണ്ട് പടം. ഫസ്റ്റ് ഹാഫ് നല്ല കിടിലം പോലെ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് പോയി കൊണ്ടുപോയി നിർത്തി. ഇൻ്റർവെല്ലിൽ അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. അതായത് ഇത്ര സമയം ഒരു ഫസ്റ്റ് ഹാഫ്, അതിനുശേഷം ഒരു സെക്കൻഡ് ഹാഫ് എന്നുള്ള രീതിയിൽ എല്ലാ സിനിമയുടെ ഇൻ്റർവെൽ എന്നൊക്കെ പറയുന്നത് സാധാരണ പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇൻ്റർമിഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അതല്ലാതെ ഒരു സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് എന്നിട്ട് 2 സെക്ഷനായിട്ട് നമുക്ക് മാറ്റി വെക്കാനുള്ള സംഭവം ഒന്നുമല്ല. ഒരു മൊമെൻ്റ് എത്തുന്നു, അവർ ഇൻ്റർവെൽ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് സെക്കൻഡ് ഹാഫ് ഇങ്ങനെ നമ്മൾ അതുകൊണ്ട് ക്ഷമ വേണ്ടേ, ക്ഷമയില്ലാതെ ഈ സിനിമയ്ക്ക് പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ നമ്മളിങ്ങനെ ഇരുത്തും, ഓക്കെ, കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംഭവങ്ങളുണ്ട്. അത് പുള്ളിയുടെ ഞാൻ പറയാം, പിന്നെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണ് അതിൽ ഏറ്റവും സംഭവം എന്ന് പറയുന്നത്. ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു റീസൺ വേണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതി, GVM എന്ന ഡയറക്ടർ പുള്ളിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതി, അതിന് കൊടുത്തിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക്, പിന്നെ ഡ്രസ്സിങ് സെൻസ്, പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് ആ ഒരു ട്രേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കിട്ടില്ല സംഭവം. അത് പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീറ്ററുണ്ട് മമ്മൂട്ടി. അത് ഒരുപാട് കാലമായിട്ട് നമ്മൾക്ക് കണ്ടിട്ടില്ലാത്ത, അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ളൊരു മമ്മൂട്ടിയല്ല. അതായത് ഒരു സട്ടിൽ എന്ന് പറഞ്ഞാൽ സട്ടിലായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓളത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു സംഭവം. അപ്പം അതിൽ പുള്ളി ആ ഒരു സാധനം പിടിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട്. മമ്മൂട്ടിൻ്റെ കിട്ടില്ല ലുക്കും എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാഗ് എന്നൊക്കെ പറഞ്ഞാൽ കിടുവാണ്. പറഞ്ഞ ഒരു കോമിക്കാണ്, സത്യം പറഞ്ഞ ഒരു സാക്കാസാണ്. സത്യം പറഞ്ഞൊരു സിനിമ ഒരു സാക്കാസ്റ്റിക് ആണ് സംഭവം പറഞ്ഞാൽ. ഊക്കൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, സ്വയം ഊക്കലും ബാക്കിയുള്ളവരുടെ ഊക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മീറ്ററാണ് സിനിമയുടെ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മമ്മൂട്ടീൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വരുന്ന എല്ലാ ആക്ടേഴ്സും. ഗോകുൽ സുരേഷും നല്ല രീതിയിലുള്ള സപ്പോർട്ടിംഗ് ആണ്. അവർ സത്യം നമ്മൾ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ എന്താണ് ഒരു സപ്പോർട്ടിംഗ് ആക്ടർ എന്ന് പറയില്ലേ, അതെന്താണ് കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. പുള്ളിക്ക് സ്പേസ് കുറവാണ്, പക്ഷേ ആ ഒരു പടത്തിന് നമ്മൾ പറയില്ല, ഒരു പിടിച്ചു നിർത്തുന്ന സംഭവം. കുറേ സ്ഥലത്ത് നമ്മളിങ്ങനെ ബോറടിച്ച് പോകുമ്പോഴും പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഓക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുത്തും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് സിനിമ കൊണ്ടുപോകുന്നത്. പിന്നെ ആക്ടേഴ്സ് ബാക്കി സപ്പോർട്ടിങ് ആക്ടേഴ്സായിട്ട് സിദ്ദിഖ് ഉണ്ട്, വിനീത് ഉണ്ട്, ഷൈൻ ടോം ഉണ്ട്, പിന്നെ നമ്മളുടെ പാച്ചോ അത്ഭുതകൾക്ക് ആ ഒരു അമ്മച്ചി ഉണ്ടല്ലോ, വിനീതിൻ്റെ അമ്മയായിട്ടുള്ള പുള്ളിക്കാരത്തി ഉണ്ട് ഇതിൽ. പക്ഷെ പുള്ളിക്കാരത്തെ ഡബ്ബിങ് ഒക്കെ മാറൊക്കെ ബോറിംഗ് ആയിരുന്നു കേട്ടോ, സത്യം പറയാലോ. ക്രിഞ്ചടിക്കുന്ന രീതിയിൽ, നമുക്കിങ്ങനെ കല്ലടിക്കുന്ന രീതിയിലുള്ള ഡബ്ബിങ് ആയിരുന്നു മലയാളം ഡബ്ബിങ്. പിന്നെ ഇതിൽ മെയിൻ ആക്ടേഴ്സ് ആയിട്ടുള്ള ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നിട്ടുള്ള
സുഷ്മിത ഭട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്. പുള്ളി ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്, ഒരു മെയിനായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് നല്ല കിടിലം പോലെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി നല്ലൊരു സംഭവം വേണം. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പടത്തിൽ മെയിനായിട്ട് എനിക്ക് വേറൊരു കല്ലിടായിട്ട് തോന്നിയത് സിങ്ക് സൗണ്ടാണ്. പടം കംപ്ലീറ്റ്ലി സിങ്ക് സൗണ്ടാണ്. അത് ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് കൃത്യമായിട്ട് ഒരു അടിച്ചിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് പടം കാണുമ്പോഴും കൃത്യമായിട്ട് മനസ്സിലായി അത് സിങ്ക് സൗണ്ടാണ്. അത് ഭയങ്കര കല്ലിടായിട്ട് തോന്നിയിട്ട്, അതായത് ഒരു സ്ഥലത്ത് സൗണ്ട് കുറയും, പിന്നെ തൊട്ടടുത്ത ഡയലോഗിൽ സൗണ്ട് കൂടും. ഒരു സൗണ്ടിൽ മമ്മൂട്ടിൻ്റെ ബേസ്, ഡിബേറ്റിലെ ബേസ് കുറവായിരിക്കും, തൊട്ടടുത്ത സൗണ്ടിൽ ഭയങ്കര ഡെപ്ത് ആയിരിക്കും. ആ ഒരു സംഭവം ആ പടം മുഴുവനിലുണ്ട്. നമ്മൾ അത് കാണുമ്പോഴുണ്ടല്ലോ, നമ്മൾ മറ്റേ വടക്ക് നോക്കേണ്ടതിൽ വിനീത് ശ്രീനിവാസൻ ചോദിച്ച പോലെ, ആ ഫോട്ടോ കണ്ടിട്ട് ചോദിക്കുന്ന പോലെ, ഇതെന്താ ഇങ്ങനെ, അതുപോലെയാണ്. അത് ഭയങ്കര കല്ലിടയായിട്ട് എനിക്ക് തോന്നി. അത് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര എന്താണ് പ്രശ്നമായി പോയി. സിംഗിൾ സൗണ്ടാണ് ചെയ്തില്ല. അപ്പോൾ അത് ആ ഒരു മിക്സിങ്ങിന് വന്നിട്ടുള്ള പ്രശ്നമാണോന്ന് അറിയില്ല. എന്താ ഒരു ലെവൽ നോർമലൈസേഷൻ ചെയ്താത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഫീൽ ചെയ്യും, കൃത്യമായിട്ട് ഫീൽ ചെയ്യും. ഡോൾബിയിൽ നമ്മൾ കേൾക്കുമ്പോൾ ആ രീതിയിൽ കിടിലം പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് തൊട്ട് എത്തുമ്പോൾ നമ്മൾ അറിയാണ്ട് വാശ് നോക്കി പോകണേ, കുറേ സമയം വാശ് നോക്കി പോകുന്നുണ്ട്. അത് എനിക്ക് സ്ട്രിക്റ്റ്ലി ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതാവാം, നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്, അല്ലാണ്ട് കൊളോക്കലി എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ പോയി കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് വരാം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ഒരു കുറച്ചൊന്ന് ട്രിം ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ട് കൃത്യമായിട്ടൊരു സമയത്ത് തീർന്നു നമുക്ക് തോന്നും. ഇത് ലാസ്റ്റ് ഒരു സംഭവം തെളിഞ്ഞു, ആ തെളിഞ്ഞ് ഓക്കെ ആയി, അവിടെ തീരേണ്ടതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പിന്നെയും ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് കുറച്ചും കൂടി അങ്ങനെ പോയി അങ്ങനെ പോകുന്നൊരു രീതിയിൽ എനിക്ക് തോന്നി. അത് പിന്നെ ലാസ്റ്റ് എടുത്തുമ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോകും. പക്ഷെ കണ്ടിരിക്കും, ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, അതിലൊരു സസ്പെക്റ്റ് ഉണ്ട്, അതിലൊരു വിക്ടിം ഉണ്ട്. സസ്പെക്റ്റ് ആരാണെന്നുള്ളത് നമ്മൾ അറിയാവുന്നൊരു ത്വര നമുക്കുള്ളിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ 100% മമ്മൂട്ടീൻ്റെ കയ്യിലായിരുന്നു പടം. ഒരു കുറേ സ്ഥലത്ത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗോകുൽ സുരേഷിൻ്റെ സപ്പോർട്ടിങ് റോൾ കൊണ്ട് കൃത്യമായിട്ട് പോയി. ആ ഒരു ഫ്രഷ്നെസ് ആണ് സിനിമ നൽകുന്നത്. നമുക്ക് ഇതുവരെ ഒരു സിനിമയിലും കാണാത്ത കഥയും അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത കഥയും സംഭവങ്ങളൊന്നുമല്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ പ്രസൻ്റ് ആയിട്ടുള്ള രീതി, അത് ആ ഒരു ഏത് മീറ്ററാണ് പിടിച്ചിട്ടുള്ളത്. ഒരു കോമഡി എന്ന് പറയാൻ പറ്റില്ല, ചിരിക്കാനുള്ള കോമഡി എന്നല്ല, കോമിക്കൽ എന്ന് പറയാം. അതാണ് വ്യത്യാസം. അതാണ് എനിക്ക് ഡൊമിനിക് ആൻഡ് ലേഡീസ് ഫസ്റ്റ് എന്നുള്ള സിനിമയെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ എന്ന് പറയാം. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓടെ ബാക്കി.